മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇടചേരൽ മനുഷ്യോൽപത്തി മുതൽ തുടങ്ങിയതാണ്. കാട് മഹാ അതിശയങ്ങളുടെ ലോകമാണ്. പ്രകൃതിയുടെ സമസ്ത ഭാവങ്ങളും നിറഞ്ഞു തുളുമ്പുന്ന ഇടം. പരസ്പരം ലയിച്ചു ചേരുന്ന മരങ്ങളുടെ പച്ചപ്പ് നിറഞ്ഞ ഇരുണ്ട മേലാപ്പുകളുടെ ഒരു കൂട്ടം. ഒരു കാലത്ത് മനുഷ്യർ പ്രകൃതിയോട് ഇണങ്ങിയായിരുന്നു ജീവിച്ചു വന്നിരുന്നത്. കാലാനുസൃതമായി സംഭവിച്ച പരിണാമത്തിൽ മനുഷ്യരുടെ സ്വഭാവത്തിലും മാറ്റം സംഭവിച്ചു. മനുഷ്യൻ പ്രകൃതിയിൽ നിന്നും വേറിട്ട് നിൽക്കാൻ ശ്രമിക്കുകയും അതിൽ തൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ പ്രവൃത്തികൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായി മാറി. ശുദ്ധജലം, ശുദ്ധവായു, കാർഷിക വിളകളിലെ പരാഗണം, അങ്ങനെ നമ്മുടെ പ്രാണൻ നിലനിർത്തുന്നതിൽ ശ്വാസകോശങ്ങളായി പ്രവർത്തിക്കേണ്ട വനങ്ങളെ നാം പലപ്പോഴും ശത്രുപക്ഷത്തായാണ് കണ്ടത്. വനമേഖലയിലേക്കുള്ള കടന്നുകയറ്റം വനപരിസ്ഥിതികളെ മാറ്റിമറിക്കുകയാണുണ്ടായത്. കാടുമായി ഇടപഴകി ജീവിച്ചു പോന്ന കാടിൻ്റെ മക്കളെ ചൂഷണം ചെയ്തും ഭയപ്പെടുത്തിയും പുറത്തുനിന്ന് വന്നവർ കാടിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. തോട്ടങ്ങൾക്കും നാണ്യവിളകൾക്കും ഭൂമി ലഭ്യമാക്കുവാൻ ഭൂവുടമകൾ വലിയ തോതിൽ വനഭൂമി വെട്ടിവെളിപ്പിച്ചു. കാടിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്കുള്ള മനുഷ്യൻ്റെ ഇടപെടൽ പ്രകൃതി ചലനത്തിന് വിഘാതം സൃഷ്ടിച്ചു തുടങ്ങി. കാടുകൾ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണെന്ന ബോധം മനുഷ്യൻ മറന്നു. വനങ്ങളുടെയും വന്യജീവികളുടെയും മാത്രമല്ല, വിവിധയിനം ആവാസ വ്യവസ്ഥകളുടെയും സംഗമഭൂമിയാണെന്ന്. ശുദ്ധജലവും ശുദ്ധവായുവും ഇവിടെയാണ് പിറവിക്കൊള്ളുന്നതെന്ന ബോധവും മനുഷ്യൻ മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചു. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിനായി വനം എന്നെന്നും സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. വനസംരക്ഷണം ഓരോ വ്യക്തിയുടെയും കർത്തവ്യമാണെന്ന ബോധം തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. മലങ്കാളിയേ, അയലത്തെ വീട്ടിലെ കല്യാണക്കെട്ടനെ കൊടിയോടെ എന്നും ഞാൻ നോക്കിയില്ലേ. അങ്ങാടിത്തെരുവിൽ പാതിരമത്തെ കഞ്ചത്തിലെന്നും നോക്കിയില്ലേ. ഹലോ അങ്കിൾ, ഞങ്ങൾ ഇറങ്ങിയില്ല. ഇറങ്ങുമ്പോൾ മെസ്സേജ് ഇടാം. ആരെ വെളുപ്പാങ്കാലത്ത് ഫോണില്? മജീദ് അങ്കിളാണ്. ഇവളിതുവരെ എഴുന്നേറ്റില്ലേ? അവള് വരുന്നില്ലെന്ന്. അത് നന്നായി, വെറുപ്പീന് സഹിക്കണ്ടല്ലോ. അമ്പടി കേമികളെ, അങ്ങനെ നിന്നെയൊക്കെ ഒറ്റയ്ക്ക് വിടുമെന്ന് കരുതണ്ട. ഞാനില്ലെങ്കിലേ നീയൊക്കെ വഴിവഴിച്ചു പോകും. ഉവ്വ നീ അരുൺ ചേട്ടനെ ഒന്ന് വിളി. ഇല്ല, എഴുന്നേക്കില്ല. പിന്നെ വണ്ടി റെഡിയായെന്ന് ചോദിക്ക്. ഓ, മനുഷ്യനാകണം അത്രേ. അത് തന്നെ എമ്മക്കും പറയാനുള്ളത്. മനുഷ്യനാകണം. ഫോൺ വിളിച്ചാലെങ്കിലും ഒന്ന് എടുക്കണം. കുറെ വിപ്ലവ സിംഹങ്ങൾ. അതങ്ങനെ മൂന്നെണ്ണം കൂടെ മൂക്കറ്റം കള്ളം കുടിച്ച് കണ്ട പോൺ സൈറ്റ് മുഴുവൻ ഇറങ്ങിയിട്ടല്ലേ ചാച്ചു? നീ ഒന്നുകൂടെ വിളി. ഹലോ ഹലോ, പറ. അരുണേട്ടാ, നിങ്ങൾ റെഡിയായോ? എന്താ വിശേഷം? ഫസ്റ്റ് നാളെയല്ലേ താനിക്കാട് ഷൂട്ട്? ഓ സോറി. നാളെ ഇതല്ലേ. ഞങ്ങളിപ്പോൾ റെഡിയാവും. നിങ്ങൾ റെഡിയായിക്കോ.
മൂന്നാമത്തെ പെഗിൽ ഐസ് ക്യൂബ്സ് വീഴുമ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. ഓക്കെ, എന്തോന്ന് ഇത് ഇവിടെ പറഞ്ഞതാ. വേഗം റെഡിയാകാറുണ്ടേട്ടാ. മോർണിംഗ് സിസ്റ്റർ ഇറങ്ങിയാലേ നാളെ ഈ സമയത്തെങ്കിലും ഒന്ന് എത്തും. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ബൈ. ഓ, ഇന്നാണല്ലേ മറ്റേ ഷൂട്ടിന് പോകേണ്ടത്? വണ്ടിയൊക്കെ അല്ലേ വരണേ? വണ്ടി കലേശിന് ഏർപ്പാടാ. കലേശ പൊങ്ങണേടേ. നമ്പർ RMC 750 കൊല്ലം 70 കുണ്ട്ര കരിക്കോട് വഴി കൊല്ലത്തിന് പോകുന്ന മോട്ടോറികൾക്ക് തന്റെ കിടക്കേണ്ടതായി വാക്ക് ചെയ്യുന്നുണ്ട്. പത്രത്തിൽ ഫലം വരുമ്പോൾ ഞാനും ഒരു ടിക്കറ്റ് എടുത്തല്ലോ എന്ന് വിചാരിച്ച് മടിയെന്നിട്ട് കാര്യമില്ല. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ. അന്നം മുട്ടുന്ന കർഷകർ പാത നമസ്കാരം. കർഷക ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. ചിങ്ങമാസം പിറക്കുന്നത് വിളവെടുപ്പിന്റെ ആഘോഷത്തിമിർപ്പും കർഷകന്റെ സന്തോഷത്തിമിർപ്പുമായാണ്. ഇന്ന് നേരത്തെ ആണല്ലോ തോമസേ. പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിക്കാതിരി നേരത്തെ വന്നതാണ് ദിവാൻ സാറേ. അതെന്താ തോമസേ? അതെന്താണെന്നുള്ളതേ പത്രത്തിലുണ്ട് ദിവാൻ സാറേ, വായിച്ചു. താന്നിക്കാട് വനമേഖലയിൽ ഫോറസ്റ്റുകാരുടെ അനാസ്ഥ കാരണം കള്ളവാറ്റും കഞ്ചാവ് കൃഷിയും പെരുകുന്നു. താന്നിക്കാട് വനമേഖലയിൽ ഫോറസ്റ്റുകാരുടെ അനാസ്ഥ കാരണം കള്ളവാറ്റും കഞ്ചാവ് കൃഷിയും പെരുകുന്നു. ഇതിന് പിന്നിൽ കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ചന്ദനക്കൊള്ള നടത്തിയ വനമാഫിയാണെന്നാണ് സൂചന. കൊള്ള, നല്ല വാർത്ത. The number you are calling is out of network coverage area. ഈ സാറൊക്കെ എവിടെ പോയി കിടക്കുക? വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല. മുല്ലയും വിളിച്ചോണ്ട് വേഗം വന്നേ. കാട്ടിലാരോ തീയിട്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വേഗം ആ പിള്ളേര്. അണ്ണാ, കാട്ടിലാരോ തീയിട്ടെന്ന് തോന്നുന്നു.
വേഗം എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ തീ കുടിൽ വരെ എത്തും. അപ്പനാ വനത്തിൽ ഇറമ്പലങ്ങാണ് കാണും. നിങ്ങൾ ചെന്ന് കൂട്ടിക്കൊണ്ട് പോരെ. ഞാനേ ആ പാർട്സ് ഓഫീസിൽ ഒന്ന് പറഞ്ഞു പോട്ടെ. അപ്പ ഇതെവിടെ പോയാൽ വെച്ചും വരിക. അത് വാണ്ട, അവിടെ മൊത്തം തീ പടർന്നു. ഇങ്ങോട്ട് വന്നേ. നീ എന്താടാ മാതിരി വെടികൊണ്ട പന്നയെ പോലെ കാളക്കി വരുന്നത്? ഓ, കാട് തീ പടർന്നു സാറേ. പാർട്ടി ഓഫീസിൽ പറയാൻ വന്നപ്പോഴേ ജോയിയും കുഞ്ഞിനെയും കണ്ട് പിന്നെ ഞങ്ങൾ കെടുത്തി. അത് നന്നായി. മൂപ്പൻ എന്തിയടാ? അപ്പം പറയലുണ്ട്. അപ്പൻ വയ്യ സാറേ. അതൊക്കെ ഇരിക്കട്ടെ. നീ ഇത് പിടി, എന്നിട്ട് വണ്ടിയിലോട്ട് കയറ്. കാട് കാണാൻ വരുന്ന വിവരദോഷികള് വെള്ളം അടിച്ചിട്ട് വലിച്ചെറിയുന്ന കുപ്പികളാ. ഞങ്ങൾക്ക് മനുഷ്യരെ പോലെ കാലിൽ ചെരുപ്പിട്ട് നടക്കാൻ കഴിയില്ലല്ലോ. എവിടാണ് തീ വീണത്? നമ്മുടെ ആ തൂപ്പേറ്റി കുന്നിന്റെ അടിവാരത്താണോ? നരേട്ടാ ഫോൺ. നരേട്ടാ ഫോൺ. ഫോൺ അടിക്കുന്നത് കേൾക്കുന്നില്ലേ? ഹലോ സർ. ആ ഏട്ടന് ഇവിടെ ഉണ്ട്. കൊടുക്കാം. മജീദ് സർ. സർ പറയൂ. അറിഞ്ഞു സർ, പത്രത്തിൽ കണ്ടിരുന്നു. ഓക്കെ സർ, നാളെ തന്നെ പോകാം സർ. ഇപ്പൊ മൂപ്പനില്ലേ? ആര്? വെളുമ്പനോ? അതെ. വെളുമ്പന് പ്രായമായില്ലേ? എങ്കിലും വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട് വെളുമ്പനും കുടുംബവും ഇപ്പോഴും ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം തന്നെ ഉണ്ട്. പിന്നെ വനവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഡോക്യുമെന്ററി ചെയ്യാൻ കുറച്ച് പിള്ളേർ വരുന്നുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. നാളെ എന്റെ കൂടെ പോരെ? എന്റെ പ്രിയപ്പെട്ട സ്ഥലം. എന്നാ ഓക്കെ അല്ലേ രേണു? പിന്നെന്താ, ഡബിൾ ഓക്കെ. എങ്കിൽ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോ. ശരി നരേന്ദ്രൻ സാറേ. അപ്പോ ഇപ്പൊ ഓക്കെ അല്ലേ? അല്ലല്ലോ, എനിക്ക് കാട്ടരുവയിൽ കുളിച്ച് കാടിന്റെ ഗന്ധം ശ്വസിച്ച് കാട്ടിൽ കൂടൊരു പേടമാനെ പോലെ ഓടി നടക്കണം. എന്നിട്ട് മൂഡ് ഓക്കെ ആണെങ്കിൽ നോക്കാം. ഈ പുലിക്കുട്ടിയും ഈ പേടമാനും തമ്മിലുള്ള ഒരു ഫൈറ്റ് തന്നെ നമുക്ക് നടത്തിയേക്കാം. ഓക്കെ ആണോ? ഓക്കേ. എന്നാ ഇച്ചിരി കഞ്ഞിയെങ്കിലും എടുക്കണ്ട മോളെ. ചെറുതായിട്ടുണ്ട്. വൈകിട്ട് മാടത്തെ കാണാം. ശരി. ദിവേര സാറേ, നരേന്ദ്രൻ സാറും മജീദ് സാറും സജിയും സുമേഷും ഒക്കെ നാളെ തന്നെ എത്തുമല്ലോ? എത്തും സാർ. ചെക്കിംഗ് കർശനമാക്കാൻ നിർദ്ദേശമുണ്ട്. അപ്പൊ നാളെയും വീട്ടിൽ പോകാൻ പറ്റില്ല അല്ലേ സാറേ? പിള്ളേർക്കാണെങ്കിൽ രണ്ടിനും പനി. എന്ത് ചെയ്യാനാ രശ്മി, നമ്മൾ വനപാലകരായി പോയില്ലേ. നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനൊക്കെ തന്നെ. ദിവേര സാറേ, നമുക്ക് ആ വറീതന്റെ കടയിൽ പോയിട്ട് കട്ടൻ ചായ അടിച്ചിട്ട് വരാം. സാർ പോകുമ്പോ എന്നെ ക്വാർട്ടേഴ്സിലോട്ട് ഇറക്കിയതേ. എന്റെ ഭഗവാനെ, എന്റെ ഭഗവാനെ, കാത്തോണേ.
അങ്ങോട്ട് മുങ്ങടാ. ആ കുപ്പി വല്ല മുഴുകി കയറി കാണും. അത് അരിച്ചൊഴിക്കണടാ പാല്. ഒന്ന് പോടാ താമരക്കൊടി തങ്കപ്പ. ആദ്യം നീ കൂളിംഗ് ഗ്ലാസ് മാറ്റി ജട്ടി വാങ്ങിച്ചിട്രാ. വേപ്പോട്ട് നോക്കാതെ കീപോട്ട് നോക്കടാ. ഓ പിന്നെ നമ്മുടെ ദമയത്തിനെ പോലെ പോലീസ് ചേർന്നാ ചാന്നിക്കാണ്ടിരിക്കട്ടാ ഒരു പെൺ പോലീസ്. അതെ ഇത് പെൺമക്കൾ എന്തിയടാ? ഒരുത്തി റീൽസിലും മറ്റൊരുത്തി ഷെയർ ചാറ്റിങ്ങിലും ആടാ. ഫാസ്റ്റ് ചാറ്റൊരു ചീറ്റാകുമ്പോ മുല്ലേ ദൂരെ പോണ്ടട്ടാ, വല്ല കാട്ടുപന്നിയും കാണും. ഇല്ല കുഞ്ഞമ്മച്ചി. എന്താടി എന്താ? അവിടെ അവിടെ ആരോ. അന്നോട് ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് പോണ്ടാന്ന്. പെണ്ണ് അവിടെ ഇവിടെയും പോയി നിന്നോളൂ. വാ ഇങ്ങോട്ട്. ആഹാ രാവിലെ നല്ല കോളാണല്ലോ. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കേ നമ്മുടെ വണ്ണാത്തികത്തിന് കൊടുക്കണതാ ഒരു കഷ്ണം പറവ്. പിള്ളേരൊക്കെ എന്തിയടി? അതുങ്ങൾ ആടിനെ കൊണ്ട് മല കയറാൻ പോയേക്കുന്നു. നീ ഇത് കുടിക്കാനിങ്ങോട്ട്. ഞാനെന്നാലേ മലയിലൊന്ന് പോയി വെച്ച് വരാം. മലയിലേക്ക് പോവാന്നല്ലേ ആ പിള്ളേരോടേക്ക് വരാൻ പറ. എന്റെ കുട്ടിക്കൊന്നും വരികയല്ല, മത്സ്യങ്ങളെ കാത്തോളും. എന്റെ കിടങ്ങളിൽ തനിക്ക് ഇനി മല കയറാൻ പോകണ്ട കേട്ടോ. ഞാനില്ലാതെ ആരും മല കയറണ്ട. ആ സാഹിബിനെ കണ്ടായിരിക്കും എന്റെ കുട്ടി പേടിച്ചത്. വെച്ചിട്ടുണ്ട് അവന് ഞാൻ. അപ്പൻ ആവതുണ്ടായിരുന്ന കാലത്ത് ഒരു മനുഷ്യജീവിയും കയറി മേയാത്ത കാടായിരുന്നു. ഇപ്പതാ കണ്ട സായിപ്പും കൈയില്ലാത്തവനും ഒക്കെ കാട്ടിൽ കയറി പൊറുതി തുടങ്ങി. മണിവെട്ടമണയുമ്പോൾ മരം കാറ്റ് വീശുമ്പോൾ മാരന്റെ പെണ്ണായി അവളിറങ്ങും. അന്തിപ്പൂ പൂക്കണ ആകാശപ്പറമ്പില് കൊയ്ത്തരി വാളുമായി അന്തിപ്പെണ്ണും പാടുന്നുണ്ടാരോ പാടുന്നുണ്ടേ. നെല്ലുമെതിച്ചോളെ ഓർക്കുന്നുണ്ടേ. ഇത്തിന്നം തെയ്യന്നം തകതിന്നം തെയ്യ, ഇത്തിന്നം തെയ്യന്നം തകതിന്നം തെയ്യ. അന്തിപ്പൂ പൂക്കണ ആകാശപ്പറമ്പിലെ കൊയ്ത്തരി വാളുമായി അന്തിപ്പെണ്ണും. കൊമ്പിലഞ്ചു മങ്ങ ഈ കൊമ്പിലഞ്ചു മങ്ങ വെടിക്കൊടി ചവിട്ടും ആലോ പുലോ. എന്തായാലും പാർ സ്റ്റാർക്ക് മുട്ടം പണിയാ കിട്ടിയിരിക്കുന്നത്. അതെന്താ അറിയില്ലേ? പാർ സ്റ്റാറുടെ പിടിപ്പേട് കൊണ്ടാണ് പോലും കാട്ടി ചാരായമായിട്ടും കഞ്ചാവ് കൃഷിയും പെരുകുന്നെന്ന്. പത്രക്കാർക്ക് എന്ത് തേങ്ങ എഴുതാൻ വയ്യാത്ത? അല്ലെങ്കിൽ തന്നെ തോക്കുമ്പോൾ പോയി നിൽക്കുന്ന
കാട്ടുകള്ളന്മാരിടയ്ക്ക് ഈ ഗാർഡന്മാർ എല്ലാം ചെയ്യാം. അല്ല പിന്നെ പറ്റിയ ആശയം എന്നിട്ട് ഇവിടെ വരതാ. ഓ തരാളോ മാപ്പിളെ. ചേട്ടാ ഒരു 3 ടീ, ഒരു 2 കട്ടൻ, ഒരു കാപ്പി. ചേട്ടാ ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ ഇല്ലേ, ഇവിടെ എവിടെയായിട്ട് വരും? ഇവിടെ തന്നെ 5 പറഞ്ഞ ഉള്ളോട്ട് പോട്ടെ, വടക്കോട്ടങ്ങ് വെച്ച് പിടിച്ചാൽ മതി. ഇവിടെ വിളമ്പുന്ന ഒരാളുണ്ടല്ലോ, പുള്ളിയെ കാണുന്ന ഒരു വഴി. ഇപ്പൊ ഇങ്ങോട്ട് ഇറക്കമില്ല, ഫോറസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചാൽ മതി. ഓക്കെ ഏട്ടാ, താങ്ക്സ്. എത്ര മനോഹരമാന്നറിയട്ടെ ഇവിടം. ആഹാ, അടിപൊളി. വാവ്. ജോർജ് സാറല്ലേ? സാറ് ടൗൺ വരെ പോയേക്കുന്നത്, ഇപ്പം ഇങ്ങെത്തും. നീ എന്തുവാടാ മരടേ, ഇപ്പൊ വത്സലാക്കാൻ ആളാണോ? നാട്ടുകാർക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഓ അങ്ങനൊന്നും ഇല്ല, വല്ലപ്പോഴും ഒന്ന് വെച്ച് കെട്ടാൻ പോകും, 10 അടിക്കാമല്ലോ. സാറേ മാരിയും മരടും കൂടെ വരുന്നുണ്ട്. അവരോട് കയറി വരാൻ പറ. എടാ മാരി, ഇത് അവിടെ എല്ലാം ഒട്ടിക്കണം കേട്ടോ. പിന്നെ ബൗണ്ടറി കളിക്കാൻ കുറച്ച് ആളിനെ കൂടെ കൂട്ടിക്കും, ചെറുതായി കൂട്ടിക്കും. ഓ ഇത് ഒട്ടൊന്നും ഇല്ലല്ലോ. ആ നരേന്ദ്രൻ എപ്പോ രാവിലെ എത്തി സാർ. ഇരിക്കൂ നരേന്ദ്രൻ. ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഇന്നലത്തെ പത്രവാർത്ത നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ. എൻ്റെ DFO വിളിച്ചിരുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഈ പത്രവാർത്തയെക്കുറിച്ച് പറയാനുള്ളത്? സർ, അച്ചായൻ എന്ന വിളിപ്പേരുള്ള ഡയമണ്ട് ബ്രിട്ടോ എന്ന ക്രിമിനലാണ് ഇപ്പോൾ നമുക്ക് തലവേദനയായിരിക്കും. അയാളോടൊപ്പം ഒറ്റക്കൈ റാബറും നത്തു ശംഖുവും ഒരു തമിഴൻ സെൽവനും. സെൽവൻ കർണാടകയിലെ ഗിരിമുടിയിൽ ഫോറസ്റ്റ് ഓഫീസിൽ കയറി ഒരു ഗാർഡിനെ വെടിവെച്ച് വന്ന കേസിലെ പ്രതിയാണ് സർ. സർ, വനമേഖലയിൽ പ്രവേശിക്കുന്നവരെ നമ്മുടെ ഫോഴ്സ് കൃത്യമായി ചെക്കിങ്ങിന് വിധേയമാക്കുന്നുണ്ട്. ബ്രിട്ടോയും സംഘവും മെയിൻ കാട്ടുവഴികളിലൂടെ അല്ല തടിയും മറ്റും കടത്തിക്കൊണ്ടു പോകും. അവർ അതിന് നൂതന മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എത്രയും വേഗം ഇവരെ കാട്ടിൽ നിന്ന് പുറത്താക്കി പൂട്ടുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതൊരു ഫോഴ്സിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായേ പറ്റൂ. ഓക്കെ സർ, ഉടൻ തന്നെ വേണ്ടത് ചെയ്യാം. വഴങ്ങി വരുന്നുണ്ടല്ലേ രാമൻ? വർഷം കുറെ ആയില്ലേ അച്ഛാ, വലുതോളം വരും ഇടത്. അന്നത്തെ പടക്ക് വേറിൽ മാരിയുടെ തല പോയതിൻ്റെ അടുത്ത് നിങ്ങളുടെ കൈയാണ് പോയത്. സാരമില്ല ചായ, എന്റെ വലുതേ നഷ്ടമായെങ്കിലും ആ നഷ്ടം അറിയിക്കാതെ നിങ്ങളെല്ലാം എന്റെ ഇടവും ബലവും ഉണ്ടല്ലോ. உன்னை விட்டு நாங்கள் எங்கே போகாதன்னே, உங்களுக்கு முன்னாடியும் பின்னாடியும் நாங்க இருக்க.
അച്ചായ നമ്മൾ സൂക്ഷിക്കണം. ഫോറസ്റ്റുകാരെ ബോധവൽക്കരണം എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ കൂടുന്നുണ്ട്. ഇടന്നത്തെ വത്സലയുടെ വാറ്റ് സ്ഥലത്ത് നീ പോണം. ഞാൻ തരുന്ന പോയിസൺ അവൾ അറിയാതെ ചാരായത്തിൽ കിടന്നു ചത്തു തൊലയട്ടെ. കുറെ എണ്ണം അവന്റെയൊക്കെ ബോധവൽക്കരണം എനിക്കൊന്ന് കാണണം. ചെൽവ, കാട് രശ്മിയെ നീ എടുത്തോ. നഖം പോലും ബാക്കി വെച്ചേക്കണ്ട. കൊണ്ട് നിറയുമ്പോ നമ്മളെ കൂടി ഓർക്കണേ സെൽവാ. കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട്. കാട് കറുത്ത കാട് മനുഷ്യനാദ്യം പിറന്ന വീട്. ധാരാളം കയറ്റി മലന്ന് കടന്ന് തൊള്ള ഇറക്കാതെ നീ ആ പാറക്കുഴിയിൽ ചെന്ന് ആ കോടയും എടുത്തോണ്ട് വാടാ. അടുത്തത് വെച്ച് കെട്ടാനുള്ള സമയമായി. ചേച്ചി, മരട് പാടും. കാടറിയാതെയും പാടും, നാടറിയാതെയും പാടും. പക്ഷേ കോട വിട്ടൊരു കളിയില്ല. അതിപ്പ ശരിയാണ്. മരുന്നിന് കട്ടി പോരാന്നാ തോന്നുന്നേ. കുറച്ച് അമോണിയം കൂടി തട്ടിയേ വെക്കും. തനിച്ചേ ഉള്ളോ? മരടുണ്ടായിരുന്നു, കോട എടുക്കാൻ പോയടാ. അല്ല, നീ എന്താ പതിവില്ലാതെ? ചേച്ചി, മരുന്ന് നിങ്ങള് അച്ചായന് കൊടുക്കുമെന്ന് ചോദിച്ചു. കുപ്പിക്ക് 150 രൂപ വെച്ചാണേ കൊടുക്കാമെന്ന് പറ. ചേച്ചി, 150 അല്ല 200 വെച്ചാണേലും അച്ചായൻ തരും. അങ്ങനെയാണെങ്കിൽ നമുക്കും ഒരു കൈ കൊടുക്കാമടാ. കൊണ്ടുപോടാ കാലമാണന്മാരെ. വല്ലാത്ത കേസിൽ അവിടെ അച്ഛൻ്റെ ആൾക്കാരുണ്ടെന്നാണ് അറിവ്. നരേന്ദ്രൻ സാറേ, നമുക്ക് അങ്ങോട്ട് വിട്ടാലോ? നരേന്ദ്രൻ ദിവാകരനും 2 ബുക്ക് ഒഴിവാണ്. ജോർജും ലക്ഷ്മിയും ആലിച്ചാൽ ഒഴിഞ്ഞു. വൃത്തോയെ രാമനെ സെൽവനെ കണ്ടാൽ തീർത്തേരെ. ബാക്കി വരുന്നത് വെച്ചാൽ നിന്നെ ഒന്നും നീ താന്നിക്കാട് കൊണ്ടുപോകും. നിന്നെയൊക്കെ പണിക്ക് പറഞ്ഞു വിട്ടാ നിന്റെയൊക്കെ അച്ചായനുണ്ടല്ലോ, അവനോട് പോയി പറഞ്ഞേരെ. അയ്യോ അണ്ണ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ എന്താ വന്നേ? ദേ കഴുത്തുമേൽ എന്തോ കുത്തി.
കറുമലയുണ്ട്. മാമല പൂമല പൊന്മല താന്നിക്കാട് തെക്കുമ്മിലൊരു കറുമലയുണ്ട്. കറുമല മേലെ കാടു കാക്കും കരിങ്കിളിയുണ്ട്. കറുമല മേലെ കാടു കാക്കും കരിങ്കിളിയുണ്ട്. കൊന്നിറങ്ങും കുഞ്ഞിത്തേൻ കാറ്റേ എൻ്റെ മുല്ലേനെ കണ്ണുവയ്ക്കും കള്ളിത്തേൻ കാറ്റേ. തൂപ്പേറ്റി കൊന്നിറങ്ങും കുഞ്ഞിത്തേൻ കാറ്റേ എൻ്റെ മുല്ലേനെ കണ്ണുവയ്ക്കും കള്ളിത്തേൻ കാറ്റേ. താന്നിക്കാടാകെ പൂമണം ചൊരിയുമിളം കാറ്റേ. താന്നിക്കാടാകെ പൂമണം ചൊരിയുമിളം കാറ്റേ. എൻ്റെ മലങ്കാളി പെണ്ണിനെ നീ മെല്ലെ ചാരാതെ. മലങ്കാളി പെണ്ണിനെ നീ മെല്ലെ ചാരാതെ. മാമല മാമല പൂമല പൊന്മല താന്നിക്കാട് തെക്കുമ്മേലൊരു കറുമലയുണ്ട്. മുളയൂതി കാടുറക്കും കരിവേടച്ചേക്ക എൻ്റെ മാറൂറ്റി തേന്നുകർന്ന് മടിയിൽ മയങ്ങാതെ. മുളയൂതി കാടുറക്കും കരിവേടച്ചേക്ക എൻ്റെ മാറൂറ്റി തേന്നുകർന്ന് മടിയിൽ മയങ്ങാതെ. മാനത്ത് നെയ്മലകൾ കൂട്ടം കൂടുന്നേ. മലവാഴത്തൈകൾ മുളയ്ക്കും മാറിപ്പേത്തുണ്ടേ. മാനത്ത് നെയ്മലകൾ കൂട്ടം കൂടുന്നേ. മലവാഴത്തൈകൾ മുളയ്ക്കും മാറിപ്പേത്തുണ്ടേ. മുളപ്പാടം കൊയ്തുമേതിക്കും കരിയാന പെണ്ണേ നിന്റെ മരക്കൊലുസിൻ താളം കേട്ടെൻ ചങ്കിളകുന്നേ. മരമാട കൊമ്പിൽ രാക്കിളി അണയുമ്പോൾ നെരിപ്പോടിൻ തീവെട്ടം ചുവന്നു പൂക്കുമ്പോൾ കരിനീല ചുണ്ടുകളാൽ കോരിയെടുത്തോട്ടെ നിന്നെ മലവേട മാറിലണച്ചോട്ടെ. മാമല മാമല പൂമല പൊന്മല താന്നിക്കാട് തെക്കുമ്മേലൊരു കറുമലയുണ്ട്. മാമല പൂമല പൊന്മല താന്നിക്കാട് തെക്കുമ്മിലൊരു കറുമലയുണ്ട്. ആ ഇത് ഏതാ മാസം? ആ എനക്കറിയില്ല. ഇങ്ങനൊരു കാളക്കുട്ടൻ. ഇത് മീന. അടുത്ത ധനുവില് മുല്ലയ്ക്കൊരു ഇളയത് കൂടി വരും. പോട്ടെ. ഉം
പ്രിയമുള്ള താന്നിക്കാട് വനമേഖലയിൽ താമസിക്കുന്നവരോട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. വനവും പരിസ്ഥിതിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നതിന്, അതായത് ഒരു ആയുസ് മുഴുവൻ കാടിനു വേണ്ടി ജീവിതം സമർപ്പിച്ച, കാടിനൊപ്പം ജീവിച്ച വെളുമ്പൻ എന്ന മഹാ മനുഷ്യനെ ആദരിക്കുന്നതിനാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. മരങ്ങൾ നട്ടുവളർത്തി പരിസ്ഥിതി സംരക്ഷണം ജീവിത സന്ദേശമാക്കിയ വെളുമ്പൻ, വരും തലമുറയ്ക്കായി വനസമ്പത്ത് കാത്തു സൂക്ഷിച്ച അനേകം വെളുമ്പന്മാരിൽ ഒരുവരായ നമ്മുടെ പ്രിയപ്പെട്ട വെളുപ്പൻ. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യനെ മാത്രമല്ല, മറ്റെല്ലാ ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഈ കാലാവസ്ഥാ വ്യതിയാനം ഒരു പരിധിവരെ തടയുവാൻ നമ്മുടെ വനങ്ങൾക്ക് മാത്രമേ കഴിയൂ. അടുത്തതായുള്ള ചടങ്ങ് നമ്മുടെ പ്രിയങ്കരനായ വെളുമ്പനെ ആദരിക്കുന്ന ചടങ്ങാണ്. ഈ വെളുമ്പനെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട റേഞ്ച് ഓഫീസർ ശ്രീ മജീദ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അടുത്തതായി താന്നിക്കാട് ഫോറസ്റ്റ് സ്റ്റാഫ് സമാഹരിച്ച ഒരു ചെറിയ ധനസഹായം ഗാർഡ് ദിവാകരൻ വെളുപ്പിന് നൽകുകയാണ്. താന്നിക്കാട് വനവുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നതിനാണ് നമ്മുടെ മേഘയും അരുണുമൊക്കെ ഇവിടെ എത്തിച്ചേർന്നു. അവർക്ക് വേണ്ട എല്ലാ സഹായവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. കാട്ടുമാക്കാന്റെ മോളെ തിരുതറാണി പിടിച്ചോപ്പുകാരി ഇല്ലടി അവിടെ. നീ നിന്റെ പോറസേമാരും കൂടി എന്നെ ഏതാണ്ട് കൊലത്തൊന്ന് കരുതിയോടി. ഒന്നും പോതളെ കണ്ടവന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു. നമുക്ക് കാണാവടി ആരുടെ അണ്ണാക്കിലാ വായിക്കറിയിടാൻ പോകുന്നതെന്ന്. ചെല്ല്, നീ പോയി കാണിച്ചോട്, നിനക്കതല്ലേ പണി. എന്റെ മലദൈവങ്ങളെ, ഒരു കുപ്പി ചാരായം നിന്റെ മലയ്ക്ക് ഞാൻ വെച്ചേക്കാമേ. ഇവളെ ഇവിടെ വാഴിക്കല്ലേ. അച്ഛാ, എത്രയും വേഗം നമ്മുടെ പദ്ധതി നടപ്പിലാക്കണം. ഇനി ഡിലേ പാടില്ല. ഓക്കെ രാമ, ലെന വന്നിട്ടും എത്രയും പെട്ടെന്ന് അവളെ പറഞ്ഞയക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നാം ഉദ്ദേശിക്കുന്ന വഴി നടക്കുകയുള്ളൂ. ഇരിക്കൂ. ജോർജ് എവിടെ? പുറത്തുണ്ട് സാർ. എന്താ ജോർജിനെ പ്രത്യേകം ക്ഷണിക്കണോ? കയറി വരാൻ പറയടൂ. എന്താ ജോർജ് പുറത്തു നിന്ന് കളഞ്ഞേ? സർ, യൂണിഫോം എടുത്തില്ല. അതെന്താ, തനിക്ക് യൂണിഫോം ഇല്ലേ? അതല്ല സാർ, ജോർജ് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങളെ വിളിച്ചത്. ഏയ്, അത് ജോർജ് പറയട്ടെ. ചോദ്യം ജോർജിനോടല്ലേ? സർ, ഡോക്യുമെന്ററി എടുക്കാൻ വന്ന 3 യുവാക്കളും 3 പെൺകുട്ടികളും മിസ്സിംഗ് ആണ്. അവരെ കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് മജീദ് സാറും നരേന്ദ്ര സാറും കൂടി എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഓക്കെ, എന്ത് തന്നെ ആയാലും ഡ്യൂട്ടിയിലുള്ള വനപാലകർ യൂണിഫോം ധരിച്ചിരിക്കണം. കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ചമഞ്ഞ് പണം തട്ടി ഒരു രഘു എന്നൊരു രഘുനന്ദനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതിനുശേഷം യൂണിഫോം കമ്പൾസറി ആക്കിയിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഓർത്തിരിക്കുന്ന നല്ലതാട്ടോ. അതൊക്കെ പോട്ടെ. ആ പെൺകുട്ടികളുടെയും യുവാക്കളുടെയും തിരോധാനം, താന്നിക്കാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതിനെക്കുറിച്ച് എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്? സാർ, ഫീൽഡ് റിപ്പോർട്ട് പ്രകാരം താന്നിക്കാടിന്റെ ഉൾവനങ്ങളിൽ തമ്പടിച്ചിട്ടുള്ള ബ്രിട്ടോയും സംഘവും ചന്ദനപ്പെട്ടികളും മറ്റും കടത്തുന്നത് ഹെലികോപ്റ്ററിന്റെ സഹായത്താലാണ്. അത് കാരണമാണ് വനാതിർത്തിയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളിൽ നിന്നും
ഉദ്യോഗസ്ഥർക്ക് തൊണ്ടുമുതൽ കണ്ടെത്താൻ കഴിയാതെ. സർ, അതുപോലെ ഫോഴ്സിന്റെ ശക്തമായ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ശക്തമായ ഓപ്പറേഷനിലൂടെ ബ്രിട്ടോയും സംഘത്തെയും നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. നരേന്ദ്രൻ, നിങ്ങളെ പ്രത്യേകം ഡ്യൂട്ടിക്കായിട്ട് ഞാൻ മുൻകൈ എടുത്താണ് നിയോഗിച്ചത്. നിങ്ങളെപ്പോലൊരു എഫിഷ്യന്റായ ഉദ്യോഗസ്ഥന്റെ സേവനം താന്നിക്കാടിന് ഇപ്പോൾ ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് എന്റെ തോന്നലും ഡിപ്പാർട്ട്മെന്റിന്റെ വിശ്വാസവും നിങ്ങളായിട്ട് തകർക്കരുത്. വനത്തെ സംരക്ഷിക്കണമെന്ന ഒറ്റ ദൗത്യം മാത്രമേ നമ്മളിലുള്ളൂ. അത് മാത്രമേ നമ്മളിൽ ഉണ്ടാകാൻ പാടുള്ളൂ. വയനാട്, മുത്തങ്ങ, ഇരവികുളം, ചെന്തുരുണി, സൈലന്റ് വാലി, പേപ്പാറ, അങ്ങനെ നിരവധി വരുന്ന വന്യജീവി സങ്കേതങ്ങളുടെ കാവലാളുകളാണ് നാം ഓരോരുത്തരും. ഈ ഭൂമിയുടെ നിലനിൽപ്പ് പോലും ശരിക്കും പറഞ്ഞാൽ ഓരോ ഫോറസ്റ്റ് ഗാർഡനിലൂടെയുമാണ്. ഓരോ വൃക്ഷത്തൈകളെയും സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സംരക്ഷിച്ച് വളർത്തി വലുതാക്കി വിടുമ്പോൾ അതിന്റെ ഒരു കൊമ്പ് പോലും മുറിക്കാൻ നമ്മൾ ആരെ അനുവദിച്ചുകൂടാ. 5000 പേർ മാത്രമുള്ള നമ്മുടെ ഫോഴ്സ് വിചാരിച്ചാൽ മാത്രം ഈ വനങ്ങൾ നിലനിൽക്കില്ല. ഇത് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പോഴുള്ള നമ്മൾ ഇത് അനുഭവിച്ചോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓരോ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അവരുടെ ഹൃദയം കൊണ്ടാണ് ജോലി ചെയ്യുന്നത്, തലച്ചോറുകൊണ്ടല്ല. ഒരിക്കൽ കൂടി നമ്മൾ ഓർക്കുക, ഇത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇറ്റ് ഈസ് ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. ഓക്കെ സർ. മുല്ലക്കുട്ടി അക്ഷരങ്ങളൊക്കെ പഠിച്ചോ? ഞാൻ പഠിച്ചുവല്ലോ. ആഹാ, മിടിക്കുകയാണല്ലോ. ഹലോ മുല്ലേ, 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 മോളെ, മുല്ലേ, മോളെ, മുല്ലേ, അച്ചായ, ഇങ്ങനെ പോയാൽ നമ്മൾ ഈ താന്നിക്കാട് വിട്ടു പോകേണ്ടി വരും. അല്ലെങ്കിൽ അവനെ അവളെ അങ്ങ് തീർക്കണം. വത്സലേ, ഇന്ന് താന്നിക്കാട് കത്തിച്ചാമ്പലാവുകയാണ്. താന്നിക്കാട് മാത്രമല്ല, വെളുമ്പനും മാരിയും ചിരുതയും ഫോറസ്റ്റുകാരും ഇന്ന് എഡിസനും ആന്റണിയും എത്തും. അവർ ഈ താന്നിക്കാടിനെ ചുമ്മാതങ്ങ് കരിച്ചു കളയും. അച്ചായ, കത്തിക്കുന്നതിന് മുമ്പ് നമുക്ക് അവർക്കൊരു സമ്മാനം കൊടുക്കണ്ടേ? നെഞ്ചു പിടയുന്ന വേദനയുടെ ഒരു ചെറു സമ്മാനം. അവർക്കുള്ള വേദനയുടെ സമ്മാനം എന്റെ ചങ്ക് സെൽവൻ ഇപ്പോ കൊണ്ടുവരും. ആ, ആരിത്? ജോർജ് സാറോ? കേറി വാ. സർ, ഗാർഡ് രശ്മി കൊല്ലപ്പെട്ടു. എപ്പോ? 1 മണിക്കൂർ മുമ്പ്. ഓ മൈ ഗോഡ്. നരടാ, നമുക്കിവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം. നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാം. ഈ നശിച്ച കാടിനി നമുക്ക് വേണ്ട. ഈ കാട് നശിക്കാതിരിക്കാൻ ഞാനിവിടെ നിന്നേ പറ്റൂ. ഈ കാട് കാട്ടുവാസികളാണോ നരേട്ട നിങ്ങക്ക് വലുത്? ഞാനും എന്റെ വയറ്റി കിടക്കുന്ന നമ്മുടെ കുഞ്ഞ് നിങ്ങക്ക് നിസ്സാരമാണോ? രേണുക പ്ലീസ്, എനിക്ക് പോയേ പറ്റൂ. പോകണം. ഞങ്ങൾ ഇന്നലെ
രാത്രി മുഴുവൻ കാട് സെർച്ച് ചെയ്തു. കുട്ടിയെ കണ്ടെത്താനായില്ല. തൂപ്പേറ്റിക്കുന്നിൽ സെൽവനെ കണ്ടതായി നാട്ടുകാരിൽ ചിലർ പറയുന്നുണ്ട് സാർ. എത്രയും പെട്ടെന്ന് കുട്ടിയെ കണ്ടെത്തണം നരേന്ദ്രൻ. സാർ, എടാ മാറി നിൽക്ക്. എടാ നില്ലവിടെ. സാറേ സാറേ എൻ്റെ കുഞ്ഞു കൂടി 2 ദിവസം സാറേ. ഞങ്ങൾക്ക് ആരുമില്ല സാറേ. എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല സാറേ. എടാ മാരി, നീ വിഷമിക്കണ്ടാണ്. നിന്റെ കൂടെ ഞങ്ങളുണ്ട്. സാറേ എൻ്റെ മോള് എനിക്കറിയാടാ. ഞങ്ങള് ടീമായിട്ട് തൂപ്പറ്റിക്കുന്നിൽ കയറാൻ പോവാ. നീ വിഷമിക്കണ്ടാ സാറേ. എൻ്റെ കുഞ്ഞിനെ കണ്ടെത്തി സാറേ. എൻ്റെ കുഞ്ഞിനെ കണ്ടെത്തി സാറേ. മാരി, നീ വാടാ. നമ്മുടെ നമുക്ക് ഒന്നും പറ്റത്തില്ലടാ. നീ വാ. വാട്ട് എ ബ്യൂട്ടി. എന്ത് ഭംഗിയാ പപ്പ ഈ മലനാട്. ലെന, നീ ഇന്ന് തന്നെ തിരിച്ചു പോ. പപ്പ കുറച്ച് ദിവസം കൂടി പ്ലീസ്. നോ, മോൾ ഇന്ന് തന്നെ തിരിച്ചു പോ. പപ്പായ്ക്ക് ഒരു ജോലികളുണ്ട്. എവിടെടാ? ഫിനിഷ്. നിക്കറ. Die!
മുല്ലേ മുല്ലേ മോളെ മോളെ മുല്ലേ മുല്ലേ മോളെ 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 മുല്ലേ മോളെ മുല്ലേ നമ്മുടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല. ദൈവങ്ങളെ, ഞാനിനി എന്റെ കുഞ്ഞിന് എവിടെ പോയി തിരക്കും? നമ്മുടെ കുഞ്ഞിന് ഒന്നും പറ്റില്ലടി. നരേന്ദ്ര സാറൊക്കെ നമ്മുടെ കൂടെ ഇല്ലേ? പേടിക്കണ്ട. നമ്മുടെ കുട്ടിയെ അവര് കണ്ടത് തരൂടി. നമ്മൾ ഈ മലയ്ക്ക് വേണ്ടി ജയിക്കുന്നുണ്ടല്ലേ? നീ സങ്കടപ്പെടാതിരി. മാരി 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 നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ എടുത്തിനെ പോയി കൊന്നിട്ട് വാ. വെളിച്ചപ്പാടെ നമ്മുടെ തെങ്ങിന്റെ ചെങ്ങാതി മരിച്ചുപോയി, അറിഞ്ഞോ? മലങ്കാളിയുടെ കോപം. മെമ്പറെ കണ്ടായിരുന്നു. മെമ്പർ മരണ വീട്ടിലോട്ട് പോയി. എന്തോടെ വെറുതെ നമ്മുടെ മാരിയുടെ മോളെ വനത്തിൽ ആരോ കൊന്നിട്ടേക്കുന്നു. മെമ്പറെ കൊണ്ട് സ്റ്റേഷനിൽ പോവാനാ. ഡേ പറ്റി കുറിച്ചേരെ മരണേ. ഞാനും മൂഞ്ചി. വെളുമ്പന്റെ കൊച്ചുമോളെ ആരാണ്ട് തട്ടിക്കൊണ്ട് പോയി. ചിലപ്പോ പലരും അകത്താകുന്ന ലക്ഷണമുണ്ട്. വല്ലാത്ത
കോൺസ്റ്റബിൾ മരിച്ചു കണ്ണാടിയൊക്കെ പല്ലടേ. നീ ചത്താലും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ച് അടങ്ങത്തുള്ള എന്റെ പൊന്നളയാ. ദേവർഷി പ്രബലനമാരുടനേരം ആളുടെ മോനെ മന്ദിരത്തിലാഗതനായി മുനീതനെ കണ്ട നേരം മെമ്പറെ എന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരണം. അത് ഇതുവരെ ശരിയായില്ലായിരുന്നു. ഞാൻ ആ സുഖുവിനോട് പറഞ്ഞിരുന്നതാണ്. സാരമില്ല, നമുക്കത് ശരിയാക്കാം. വളരെ സന്തോഷം മെമ്പറെ. ശരി. രാവിലെ തുടങ്ങിയ അടി ഒരു ചെറുത് ഒഴിക്കട്ടെ മെമ്പറേ, സർക്കാരിന്റെ ദാനമാണ്. എടേ പോടെ, മെമ്പറിനൂടെ തികത്തില്ല. ഇല്ലടേ, എനിക്ക് പഞ്ചായത്ത് ഓഫീസ് വരെ പോകണം. ഇറങ്ങി വാ മേശിരി. സ്വന്തം തന്ത ചത്ത് കിടക്കുമ്പോഴും നിന്റെയൊക്കെ ഒരു അണിഞ്ഞൊരുക്കം. നിർത്തടി ആട്ടക്കാരികളെ, ആളുകളെയും കൊണ്ട് പറയിപ്പിക്കാം. ഓ പിന്നെ ചത്തവരോ ചത്ത്. എന്റെ റീൽസ് മാൻസാരൊക്കെ വരുന്നതാ. വൃത്തിയായി നിന്നില്ലെങ്കിലേ മൊത്തം ഫിൽറ്റർ ആണെന്ന് വിചാരിക്കും. ഓ നിന്റെ ഫാൻസുകാരൊക്കെ ഇങ്ങ് വരട്ടെ, എല്ലാത്തിനും വെച്ചോടി പോടി. അപ്പന്റെ അടുത്ത് പോയിരുന്ന കരയടി ചെല്ല്. എനിക്ക് ഒറ്റക്കിരുന്ന കരയാൻ വയ്യ, ചേച്ചിയുടെ ഒന്ന്. മേശ്രീ, ആ സിംഗത്തിന്റെ മടയിലെ രാഗമൊക്കെ ഒന്ന് പോരട്ട് മേശ്രീ. എന്താ പൊളിക്കാം സന്തോഷം കുഞ്ഞ്. ഞാനിപ്പോ ഒരു മരണ വീട്ടിൽ നിൽക്കുകയാണ്. ഞാൻ ഇപ്പൊ ഉടനെ എത്തും. നമുക്കത് ശരിയാക്കാം. മെമ്പറേ, അത്യാവശ്യമായിട്ട് നമുക്കൊരു മൊബൈൽ ടവർ വേണം. അത് നമുക്ക് ശരിയാക്കാം. അങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടാ. റീൽസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന പാടേ, റേഞ്ചും ഇല്ല കുന്തവും ഇല്ല. ശരി, ഉടനെ നമുക്ക് ശരിയാക്കളാം. അതെ, അവിടെ അപ്പന്റെ ശവം എടുത്ത് റീൽസ് ഇടുന്ന ടൈപ്പാ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കിടക്കാം. ചമ്പത്തി കരമ്പ് മുടങ്ങി പോയി. മെമ്പറേ, മെമ്പറേ, നമ്മുടെ വിളമ്പന്റെ കൊച്ചുമോളുടെ ശവം വണ്ണാത്തിക്കയത്തിനവിടെ കിടക്കുന്നു. മലങ്കാളിയുടെ കോപം. നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ പോകണം മെമ്പറേ. വാ.
ഹലോ, നമസ്കാരം. താന്നിക്കാട് പോലീസ് സ്റ്റേഷൻ. ഓ ശരി. ഇതെപ്പോഴായിരുന്നു? ഓ ശരി ശരി, ആളെ വിടാം. ഓക്കെ ശരി. എന്താ സാറേ? ആനപ്പാറ ആദിവാസി കോളനിയിൽ ഒരു പാവത്തിനെ ആഹാരം മോഷ്ടിച്ച് കഴിച്ചു എന്നും പറഞ്ഞ് കുറേ പേർ ചേർന്ന് പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നു. വേഗം ചെല്ല് സാറേ, അല്ലെങ്കിൽ മറ്റൊരു മനു ബിഷപ്പിന്റെ രക്തസാക്ഷിയായി മാറും. എന്തോരം ആഹാരമാണ് പലരും വേസ്റ്റാക്കി കളയുന്നത്. ആ കളയുന്ന ഭക്ഷണത്തിന്റെ കണക്കെടുത്താൽ പ്രതിദിനം ടൺ കണക്കിന് ഭക്ഷണമാണ് ആളുകൾ അനാവശ്യമാക്കി കളയുന്നത്. അത് വേസ്റ്റാക്കാതെ ഇരുന്നാൽ ആരുടെയെങ്കിലും ഒക്കെ വയറ് നിറയില്ലേ? അതെ, അങ്ങനെ വേസ്റ്റ് ആകുന്നുണ്ട്. തെരുവ് നായ്ക്കൾ പുഷ്ടിപ്പെടുന്നുണ്ട്. ഇന്നത്തെ പത്രത്തിലുണ്ട് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് സ്കൂൾ കുട്ടികളെ കൊല്ലപ്പെട്ടെന്ന്. സമയമായി, ഞാൻ പോയി സാറിനെ വിളിച്ചോണ്ട് വരാം. എന്താ ഭവാനിയമ്മേ, സുഖല്ലേ? സുഖം. സർ, ഇന്നും വൈകിയാണല്ലോ. മാഡമേ നല്ല ചൂടില്ല, പോയി കിട്ടാനുള്ളതും മേടിച്ചോണ്ട് വാ. തൊട്ടടുത്തൊരു മരണം നടക്കുമ്പോ കേറാതിരിക്കുന്നത് എങ്ങനെയാ സാറേ? ഓഹോ, അപ്പൊ ഇന്നും എന്റെ വക നെഞ്ചത്തടി നിലവിളി ഉണ്ടായിരുന്നല്ലേ? പിന്നല്ലാതെ നമ്മൾ പോലീസുകാരാന്ന് വെച്ച് മറ്റുള്ളവരുടെ വേദന കരയാതിരിക്കുന്നത് എങ്ങനെയാ സാറേ? അതും തൊട്ടേ. ഇന്ന് നിലവിളി ആർക്കിട്ടായിരുന്നു? അത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു പാവം തെങ്ങിന്റെ ചങ്ങാതി മരിച്ചുപോയി. ഗാന്ധി രശ്മിയുടെ കൊലപാതകം മീഡിയ ശക്തമായി ഏറ്റെടുത്തിട്ടുണ്ട്. അതോടൊപ്പം കാണാതായ പെൺകുട്ടിയുടെയും. കൊലപാതകം നടന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലേ എന്നാണ് മുകളിൽ നിന്നുള്ള ചോദ്യം. ശക്തമായ പെട്രോളിംഗ് ഉണ്ടായിരിക്കണം. അനാവശ്യ ലീവ് എടുത്ത് ആനമല സന്ദർശിക്കാൻ പോയ എല്ലാ അമ്മന്മാരോടും ഡ്യൂട്ടിക്ക് എത്താൻ പറയണം. നിങ്ങൾ ഇതുവരെ സാറിനെ കണ്ടില്ലേ? ഇതുവരെ വിളിപ്പിച്ചില്ല. ഇപ്പൊ വിളിപ്പിക്കാം. നിങ്ങളുടെ പേരെന്താന്നാ പറഞ്ഞത്? സുശീല. അതെ സുശീലേ, ഇയാൾ തന്നോട് ചെയ്ത എല്ലാ കാര്യങ്ങളും CI സാറിനോട് വ്യക്തമായി പറയണം. ഇവന്റെ കാര്യത്തിൽ സാർ ഒരു തീരുമാനം എടുക്കും. ശരി സാറേ. CI സാർ ഫ്രീ ആകുമ്പോ ഇവരെ കയറ്റി വിടും. ഓക്കെ മേഡം. എത്ര വർഷമായിട്ടുണ്ട് ഇയാൾ? 3 വർഷമായിട്ടുണ്ട് സാറേ. അഭിലാഷേ. സർ. അവനെ കൊണ്ടുപോകാം. ഓക്കെ സർ. അങ്ങോട്ട് മാറിയില്ല. നിന്റെ പേരെന്താണല്ലോ പറഞ്ഞേ? ഇളയ ദളപതി വിജയ്. ശരിക്കുള്ള പേര് പറയണം. വിജു. ഇങ്ങേര് വിജയുടെ വലിയ ഫാനാ സാറേ. സ്റ്റൈല് കണ്ട് വീണ് പോയതാ സാറേ. എന്റെ ആദ്യ കെട്ടിയവൻ ഇത്ര ഗ്ലാമർ ഇല്ലേലും അയാള് പാവമായിരുന്നു. എന്റെ പെൺകൊച്ചുങ്ങളെ പൊന്നെ പോലെ നോക്കിയിരുന്നത്. ഇവന്റെ നോട്ടത്തിൽ പൊന്നല്ല സാറേ, വേറെ ഏതാണ്ടൊക്കെയാ. നീ മദ്യപിക്കോടാ സാറേ, ഞാൻ മദ്യപാനം നിർത്തിയിട്ട് 25 വർഷമായി. ഓരൊക്കെ പറയടാ. ഞാൻ കള്ളു കുടിക്കത്തില്ല സാറേ. ഞാൻ മദ്യപാനം നിർത്തിയിട്ട് 25 വർഷമായി. നിനക്ക് എത്ര വയസ്സുണ്ടോ? 40 വയസ്സാണ് സാറേ. ഓഹോ, അപ്പൊ 15 വയസ്സിലെ നീ അങ്ങ് നിർത്തിക്കളഞ്ഞു. അടിക്കല്ലേ സാറേ. നിനക്കൊരു പോസ്റ്റ് കോഡ് കുറവുണ്ട്, അത് ഞാൻ സെറ്റാക്കി തരാം. തൽക്കാലം നീ കുറച്ച് ദിവസം അകത്ത് പോയി കിടക്കടാ, ഇളയ തള്ളപ്പതി. സുശീലേ, നിങ്ങൾക്കും പെൺകുട്ടികൾക്കും അനുഭവിക്കേണ്ടി വന്ന സകല കാര്യങ്ങളും കൃത്യമായി മൊഴിയായി പറഞ്ഞോളാം. സാറേ, കേസൊന്നും വേണ്ട, അതിനെ ഒന്ന് വിരട്ടി വിട്ടാ മതി. അതിനെ നന്നായിക്കോളൂ. അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇങ്ങോട്ട് മാറിയില്ല. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് അന്ന് മുതൽ നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും സുരക്ഷിതരല്ലെന്നാണ്. എവിടുന്നോ വലിഞ്ഞേറി വരുന്നവനൊക്കെ മറ്റൊരാളുടെ പെൺകുഞ്ഞിനെ സ്വന്തം മകളായി കാണാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഏതോ ഒരുത്തിനെ പ്രണയിച്ചിറങ്ങിപ്പോകുന്നു പറഞ്ഞു. സ്വന്തം പെൺകുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഓർഫനേജിലാക്കിയിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദളപതിമാര് വീട്ടിൽ കയറി ആറാടിക്കൊണ്ടേയിരിക്കും.
അഭിലാഷേ, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ആക്ട്സ് പ്രകാരം ഇവന്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത് മറ്റ് ചാർജുകളും ചുമത്തി ഇവനെ അകത്ത് കൊണ്ടുപോകണം. സർ, ഗാർഡ് രശ്മിയുടെ മരണമൊഴി ഉൾപ്പെട്ട റിപ്പോർട്ടുകളാണ്. ആ കുട്ടിയെ കുറിച്ചുള്ള അന്വേഷണം ഏതുവരെയായി? സർ, കുട്ടി മിസ്സിംഗ് ആയത് മുതൽ ആന്നിക്കാട് ചുരം ഇറങ്ങി വരുന്ന സകല വാഹനങ്ങളും വിശദമായി പരിശോധിച്ചാണ് കടത്തിവിടുന്നത്. വനമേഖലയിൽ ഫോറസ്റ്റിന്റെ ശക്തമായ തിരച്ചിൽ നടക്കുന്നുണ്ട്. ഫോറസ്റ്റുകാരുടെ നമ്മുടെ പിന്നില്ലേ? സർ, പലരും ലീവിലാണ്. നൈറ്റ് പെട്രോളിങ്ങിന് പോയാൽ സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് തന്നെ ആളില്ലാണ്ടാവുകയാണ്. ഉടൻ തന്നെ ലീവിൽ പോയവരുടെ ലീവ് ക്യാൻസൽ ചെയ്ത് ഡ്യൂട്ടി ഹാജരാകാൻ പറ. ജനങ്ങളുടെ നികുതി പോക്കുന്നവർ അവരെ സേവിക്കാനും ബാധ്യസ്ഥരാണ്. ആദ്യം ഡ്യൂട്ടി, പിന്നെ ടൂറ്, അങ്ങനെ പോട്ടെ കാര്യങ്ങൾ. ഓക്കെ സർ. നമസ്കാരം. നമസ്കാരം. മെമ്പർ വെച്ച് വെളിച്ചപ്പാടുമായിട്ടാണല്ലോ. എന്തുകൊണ്ട് മോഹന മെമ്പറെ, ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. ആ, ഇങ്ങനൊക്കെ അങ്ങ് പോകുന്നു. സി എ ഉണ്ടാകും. ആ, ഉണ്ട്. നമസ്കാരം സാർ. നമസ്കാരം, ഇരിക്കൂ. സാർ, താന്നിക്കാട് കാണാതായ കുട്ടിയുടെ ജഡം കണ്ടെത്തി. ഓ, ഐ സി. താന്നിക്കാട് ഏത് ഭാഗത്താണ്? വണ്ണാത്തിക്കയത്തിനടുത്ത്. ഞങ്ങൾ ബോഡി കണ്ടിട്ടാണ് വരുന്നത്. ഓ, അഭിലാഷേ, ജീപ്പേട്. മാഡം, ഇവിടെന്തോ ബോഡി ആരാണ് ആദ്യം കണ്ടത്? ബോഡി കണ്ടത് മരടാണ്. മരടിനെ വിളിക്കും. മരട്. എന്താണ് എന്റെ പേര്? എന്റെ പേര് മരടാ സാറേ. ശരിയായ പേര് പറയടാ. മാരിയപ്പൻ. നിന്റെ പേരും വിലാസത്തോടെ പറഞ്ഞു കൊടുത്തേക്കും. ഓ. നരേന്ദ്രൻ, വനവുമായി ബന്ധപ്പെട്ട് കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടവരുടെ ലിസ്റ്റ് വേണം. ഓക്കെ സർ, തീർച്ചയായും. ഇവിടെ അച്ചായൻ എന്നറിയപ്പെടുന്ന ഒരു ഡയമണ്ട് ബ്രിത്തോയും ക്രിമിനൽസും കുറച്ച് നാളുകളായി താന്നിക്കാട് വനമേഖല കേന്ദ്രീകരിച്ച് കള്ളമാറ്റും കഞ്ചാവ് കൃഷിയും ചെയ്തു പോയിരിക്കുകയാണ്. ഇവിടെ ഫോഴ്സിന്റെ കുറവുള്ളതിനാലാണ് ഞാനിപ്പോൾ എമർജൻസി ഡ്യൂട്ടിക്കായി ഇവിടെ വന്നത്. സാർ, നരേന്ദ്ര സാറിന്റെ വരവോടുകൂടി നല്ലൊരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോഴാണ് ഇങ്ങനൊരു ദുരന്തം സംഭവിക്കുന്നത്. എന്തായാലും ഞാൻ ഉൾപ്പെടെയുള്ള നാട്ടുകാർ ഫോറസ്റ്റുകാരോടൊപ്പം ഫുൾ സപ്പോർട്ടോടു കൂടിയുണ്ട്. ഈ അച്ചായന്റെ സംഘത്തിൽപ്പെട്ട 2 പേരെ നാട്ടുകാരിൽ ആരൊക്കെയോ കണ്ടിരുന്നു. ആരൊക്കെയാ കണ്ടത്? ചായക്കടക്കാരൻ വറീദും പിന്നെ സർ, കുട്ടിയെ കണ്ടെത്താനുള്ള തിരച്ചിലിനിടയിൽ സെൽവൻ എന്ന പേരുള്ള ഒരു തമിഴനുമായി ഏറ്റുമുട്ടുന്നു. അവനെ പിടിക്കാൻ പറ്റിയില്ല, കാട്ടിലേക്ക് ഓടി മറന്നു. സാർ, സംശയാസ്പദമായി കുറച്ചുപേര് തനതെങ്കിലുള്ള ഒരു വീട്ടിൽ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് അറിവ്. ഓക്കെ ഓക്കെ, വേഗം ഇൻക്വസ്റ്റ് തയ്യാറാക്കി ബോഡി പോസ്റ്റ്മോർട്ടം നടക്കും. സന്ധ്യയ്ക്ക് മുമ്പ് മലയിറങ്ങണം. ഈ വണ്ണാത്തിക്കയം വഴിയുള്ള റോഡ് മോശമാണ്. ഇഞ്ചപ്പള്ളി ചപ്പാത്ത് വഴി പോകുന്നതാണ് കൂടുതൽ നല്ലത്. ഓക്കെ.
അങ്ങോട്ട് കൊണ്ടു. രേണു, രേണുവേ, രേണുവേ, രേണു, രേണു, രേണു. രേണു, ചേടാ, രേണു, ശേ. രേണു, 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 രേണു. രേണു, രേണു, രേണു. രേണു, രേണു,
രേണു 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 ദേവിയുടെ മുഖപ്രസാദം കുറഞ്ഞു കഴിഞ്ഞാൽ ആപത്താണ്. സത്യമാണ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ ദൈവങ്ങളുടെ ഒരു ഒരു ഇതൊന്നും ഇല്ലെന്നേ. ഇപ്പൊ ദേഹത്തോട്ട് കയറുന്നു. അതൊക്കെ ഞങ്ങളെ കത്തനാരി ഒരു രക്ഷയില്ല. അതെന്ത് വിളിച്ചപ്പോഴേ അയ്യോ, ഇതാരെ കൊന്നിട്ടേക്ക് വന്നല്ലോ. എല്ലാം മലങ്കാളിയുടെ കോപം. മാഡം, ഇന്നലെ താന്നിക്കാട് ചെക്ക് പോസ്റ്റിനടുത്ത് നിന്ന് കഞ്ചാവുമായി പിടിച്ച ബാസ്റ്റിൻ എന്നയാൾ ഈ കൊലപാതക സംഘത്തിൽപ്പെട്ട ആളാണോ എന്നൊരു സംശയമുണ്ട്. അയാളെ ഞാനൊന്ന് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. സിയെ ഉണ്ടോ? നീ സത്യം പറഞ്ഞോണം. നിനക്ക് എവിടുന്നാ കഞ്ചാവ് കിട്ടുന്നത്? നിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട്? നമസ്കാരം മിസ്റ്റർ വിശ്വംഭരൻ. നമസ്കാരം സാർ. ഇരിക്കൂ സാർ. മൃദുഭാവേ ദൃഢകൃത്യേ എന്നല്ലേ മിസ്റ്റർ വിശ്വംഭരൻ പോലീസുകാരുടെ ആപ്തവാക്യം? വാട്ട്സ് റീസൺ ബിഹൈൻഡ് ഈസ് ദ ഡിറ്റൻഷൻ? Yes, sir. This polite attitude shown to you is called മൃദുഭാവം. പിന്നെ നിങ്ങൾ രാഷ്ട്രീയവും നിയമവും കൂടി കൈകോർത്ത് ചുമ്മാ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുമ്പോൾ ചില തെളിവുകൾ കണ്ടെത്താൻ ഞങ്ങൾ ചിലപ്പോഴൊക്കെ ദൃഢകൃത്യരാകാറുണ്ട് സാർ. മിസ്റ്റർ വിശ്വംഭരൻ, ഒരാളെ പ്രതിയെന്ന് കണ്ട് കസ്റ്റഡിയിലെടുത്ത ആ പ്രതിയെ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്നല്ലേ നിയമം? എന്നിട്ട് എന്തേ? സോറി സാർ, I believe that the information about the custody is wrong. He is under our custody for the last 6 hours. We will produce him before the court by this morning, and you can take him from there on bail. Okay, വിശ്വംഭരൻ, കാണാം. Okay, sir. കാവല ഉത്സവം തുടങ്ങാറായില്ലേ? മലങ്കാളി കോപിച്ചിരിക്കുക, നാട് മുടിഞ്ഞോണ്ടിരിക്കുക. നരേന്ദ്രൻ സാറിന്റെ കാര്യം കഷ്ടം. സാറിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. എന്ത് ചെയ്യാനാ? പോലീസുകാരൊക്കെ പിന്നെ എന്തോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ അന്വേഷണം നടക്കുന്നുണ്ട്. ആ, അനുഭവിക്കുന്ന ഡ്യൂട്ടിയിലായിരുന്നു. ഉണ്ട് സാറേ, ഡ്യൂട്ടിക്ക് പോവാ. സാറിന്റെ കാര്യം പറഞ്ഞ് നാക്കിട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും സാറിങ്ങെത്തി. 100 ആയുസാ സാറിന്. ആയുസിന്റെ കാര്യമൊന്നും പറയണ്ട അനുപമ. പ്രാണനും ജീവനുമെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുകയല്ലേ. വിഷമിക്കണ്ട സാറേ, എല്ലാം ശരിയാവും. ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. സാറ് നാട്ടിലേക്ക് തിരിച്ചു പോവാണോ? അങ്ങനെ പോവാൻ പറ്റുമോ അനുപമേ? നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിലും നഷ്ടപ്പെടുത്തിയവരെ അങ്ങനെ വിടാൻ പറ്റുമോ? സാർ, പോലീസ് സാറിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. മതദൈവങ്ങളുടെ അനുഗ്രഹവും ഉണ്ടാവും. ആ, മജീദ് സാറ് വെയിറ്റ് ചെയ്യുന്നു. ഞാനങ്ങോട്ട് പോട്ടെ.
നരേന്ദ്രൻ, എനിക്കറിയാം നിങ്ങൾ മാനസികമായി ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. സാർ, എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ഭാര്യയാണ്. അവൾ ഗർഭിണിയായിരുന്നു. എൻ്റെ കുഞ്ഞ് എല്ലാം പോയില്ലേ സാർ? ആദ്യം മാരിയുടെ മകൾ മുല്ല, പിന്നെ രശ്മി, ഇപ്പോ എന്റെ രേണു. ശരിയാ നരേന്ദ്രൻ, നിങ്ങളെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. സർ, മാരിയുടെ മകൾ മുല്ല കൊല്ലപ്പെട്ടപ്പോ നമ്മൾ ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എനിക്കെന്റെ രേണുവിനെ നഷ്ടപ്പെടില്ലായിരുന്നു. ഇപ്പോ എല്ലാം നഷ്ടപ്പെട്ടില്ലേ? എന്താ നരേന്ദ്രൻ? ഇല്ല സാർ, ഇനി ഞാൻ ഓരോ നിമിഷവും ജീവിക്കുന്നത് അവന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഫോഴ്സിന്റെ പോണ്ടതെന്തുവാ നിങ്ങൾക്കുണ്ടാവും. പിന്നെ സർക്കിൾ എന്നെ വിളിച്ചിരുന്നു. പോലീസിന് വേണ്ട എല്ലാ ഹെൽപ്പും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം.
സാർ 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 ഇവർ രണ്ടുപേർ മാത്രമല്ല 4 പേർ കൂടിയുണ്ട്. ഇവർ 2 പേർ മാത്രമല്ല മിസ്സിംഗ്, മൊത്തം 6 പേരാണ് മിസ്സിംഗ്. ഇനി 4 പേരെ കൂടി കിട്ടാനുള്ളൂ സാർ. 4 പേരോ? അതെ സാർ.
മലയിറങ്ങിയടാ.
കാടിന്റെ തലയറുക്കുന്നവർ ഓർക്കാൻ സ്വന്തം ജീവൻ മാറ്റിവെച്ചും കാടിനെ സംരക്ഷിക്കുന്ന അനേകം പേരുണ്ടിവിടെ. ഓരോ വൃക്ഷങ്ങളെയും ചേർത്തുപിടിച്ച് അവയുടെ വളർച്ചയിൽ ഊറ്റം കൊള്ളുന്ന വനപാലകരും കാടിന്റെ മക്കളുമുണ്ടിവിടെ. ഇവർ ഇങ്ങനെ വനത്തെ വാരിപ്പിടിക്കുമ്പോൾ നാം ഓർക്കുക, അവർ നമുക്ക് നൽകുന്നത് നമ്മുടെ ശ്വാസത്തെയാണ്, ദാഹജലത്തെയാണ്. കാടിനെ ശ്വസിക്കുന്ന അനേകം പക്ഷിമൃഗാദികളുടെ ജീവനുവിളിയാണ് വനം. സംരക്ഷിക്കപ്പെടട്ടെ.